നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നാടിനെ സങ്കടക്കടലാക്കി മിഥുൻ വിടവാങ്ങി. തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം നടത്തി. ആദരാഞ്ജലി അർപ്പിക്കാനെത്തി പതിനായിരങ്ങൾ. അങ്കണവാടി മുറ്റത്ത് അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ കമ്പി. പത്തനാപുരം പിറവെന്തൂർ മുള്ളുമല അങ്കണവാടി മുറ്റത്താണ് അപകട ഭീഷണിയിൽ സ്റ്റേ കമ്പി. സ്റ്റേ കമ്പി മാറ്റണമെന്ന ആവശ്യം ശക്തം. കരുനാഗപ്പള്ളിയിൽ സ്വകാര്യ ബസ്സുകൾ നിർത്താനിടമില്ല. ബസ് കയറുന്നതിനായി യാത്രക്കാർ നെട്ടോട്ടമോടുന്ന സ്ഥിതി. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ ബസ് സ്റ്റോപ്പുകൾ നീക്കം ചെയ്തതോടെയാണ് ദുരവസ്ഥ. അടിയന്തര പരിഹാരം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. കാട്ടാന ശല്യം രൂക്ഷം. ചാലിയക്കരയിൽ ജനജീവിതം ദുരിതം. കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവ്. വിശദമായ വാർത്തകളിലേക്ക്. നിശ്ചലമായി വിളന്തറ. വേദനയോടെ നാട് മിഥുന് വിട നൽകി. തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തി. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും പതിനായിരങ്ങളാണ് മിഥുന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. ചിതയ്ക്ക് തീ കൊളുത്തി കുഞ്ഞനുജൻ. മിഥുന് വിട നൽകി ഗ്രാമം. മിഥുനിനി അണയാത്ത ഓർമ്മയായി. പറഞ്ഞു കൊടുത്തതുപോലെ അവൻ ചെയ്തു. വിറങ്ങലിച്ച മനസ്സുമായി ജ്യേഷ്ഠൻ മിഥുന്റെ ചിതയ്ക്ക് ചുറ്റും സുജിൻ വലം വെച്ചു. അടുക്കി വെച്ച വിറകുകളുടെ വിടവിലൂടെ സുജിൻ എന്ന 11കാരൻ ചേട്ടനെ ഒരു പ്രാവശ്യം കൂടി നോക്കി. ഒടുവിൽ ചിതയ്ക്ക് തീ പകർന്നു. NCC യൂണിഫോമിൽ സ്കൂളിൽ വരണമെന്നും കളിക്കളങ്ങളിൽ ബൂട്ടിട്ട് ഇറങ്ങണമെന്നുമുള്ള ആഗ്രഹങ്ങൾ ബാക്കിയാക്കി മിഥുൻ മടങ്ങിയപ്പോൾ നാടിനൊന്നാകെ കണ്ണീരായി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് വിളന്തറയിലെ 7 സെന്റ് വളപ്പിൽ നടന്നത്. സ്ഥലപരിമിതിക്കിടയിലും ഒരു നാടൊന്നാകെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. അമ്മ സുജ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിച്ച് അന്ത്യചുംബനം നൽകിയതും നൊമ്പര കാഴ്ചയായി. സ്കൂളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മിഥുൻ മരിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചേതനയേറ്റ പൊന്നോമനയെ കാണാൻ നെഞ്ചു തകർന്ന അമ്മയെത്തി. തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തീക്കടൽ താണ്ടിയാണ് സുജ എത്തിയത്. കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയ സുജയ്ക്ക് പോലീസ് എസ്കോർട്ടോടെയായിരുന്നു കൊല്ലത്തേക്കുള്ള യാത്ര. അതിവൈകാരികമായ രംഗങ്ങൾക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. കൊല്ലം തേവലക്കര സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അമ്മ സുജ രാവിലെ 9:30 കുവൈറ്റിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ഇളയ മകനും സുജയുടെ ചേച്ചിയും അടക്കമുള്ള ബന്ധുക്കൾ വിമാനത്താവളത്തിൽ കാത്തുനിന്നിരുന്നു. വിമാനമിറങ്ങിയെത്തിയ സുജ ഇളയ മകനെ കണ്ടതോടെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് സുജയെ കൊണ്ടുപോയി. ഉച്ചയോടെ സുജ വീട്ടിലെത്തും. 2 മക്കളുടെയും നല്ല ഭാവിയിലേക്കുള്ള കരുതലിനായാണ് ആ അമ്മ 9 മാസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലേക്ക് പോയത്. കുഞ്ഞുങ്ങൾക്ക് മിഠായിപ്പൊതികളും കളിപ്പാട്ടങ്ങളുമായി തിരിച്ചെത്താമെന്ന പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വരെ. വീഡിയോ കോളിലൂടെയാണ് മിഥുൻ മരിച്ച ദിവസം രാത്രി കുഞ്ഞിന്റെ മരണം അമ്മയെ അറിയിച്ചത്. പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് കൊല്ലത്തേക്കുള്ള മിഥുന്റെ അമ്മയുടെ യാത്ര. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തന്റെ പ്രിയപ്പെട്ട സ്കൂളിലേക്ക് ഒരിക്കൽ കൂടി മിഥുൻ എത്തി. അവസാനമായി എല്ലാവരോടും യാത്ര പറയാൻ. മിഥുന്റെ മൃതദേഹം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. വിലാപയാത്രയോടെയാണ് മിഥുന്റെ മൃതദേഹം ഏറ്റുവാങ്ങി സ്കൂളിലെത്തിച്ചത്.
എന്നും സന്തോഷത്തോടെയാണ് മിഥുൻ ആ സ്കൂൾ മുറ്റത്തേക്ക് എത്തിയത്. നിർബന്ധപൂർവമാണ് ഈ സ്കൂളിലേക്ക് അവൻ എത്തിയതെന്ന് അമ്മുമ്മ പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ആ സ്കൂൾ മുറ്റത്തേക്ക് അവൻ എത്തി. അവനെ കാണാൻ അവന് പോലും അറിയാത്ത ആയിരങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്. കൊല്ലം തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. മിഥുനെ അവസാനമായി കാണുന്നതിനായി സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ സ്കൂളിലേക്ക് ഒഴുകിയെത്തി. നിറകണ്ണുകളോടെയാണ് സഹപാഠികൾ അവന് അന്ത്യയാത്ര ചൊല്ലിയത്. സ്കൂളിൽ ചേർന്നിട്ട് 3 മാസമേ ആയുള്ളെങ്കിലും സ്കൂൾ അവന് പരിചിതമായിരുന്നു. ആ ധൈര്യത്തിലാകാം കൂട്ടുകാരന്റെ ചെരുപ്പെടുത്തു കൊടുക്കാനായി അവൻ അപകടം പിടിച്ച ആ സ്ഥലത്തേക്ക് എത്തിയത്. ഒരുപക്ഷെ അവൻ പോലും അറിഞ്ഞിരുന്നില്ലായിരിക്കും മരണം അവന്റെ തൊട്ടു പിന്നാലെയുണ്ടെന്ന്. അവന് ഏറ്റവും പ്രിയപ്പെട്ട സ്കൂൾ തന്നെ അവന്റെ അന്ത്യയാത്രയ്ക്ക് വഴിയാവുകയും ചെയ്തു. ജവാനായി തീരാനാണ് അവൻ ആഗ്രഹിച്ചത്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ഈ കുരുന്നിന്റെ മടക്കം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മിഥുന്റെ മരണം സർക്കാരിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും അനാസ്ഥ മൂലമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മരിച്ച മിഥുന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും വീട്ടിലെത്തിയിരുന്നു. മിഥുന്റെ മരണം സർക്കാരിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും അനാസ്ഥ മൂലമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മിഥുന്റെ ഫാമിലിന്റെ ഒപ്പം ഞങ്ങൾ BJP പ്രവർത്തകരും BJP എന്ന പാർട്ടി ഉണ്ടാവും. അവരെ സഹായിക്കാൻ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. അത് ഞങ്ങൾ ചെയ്യും. അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ അത് ചെയ്യും. പക്ഷേ ഇവിടെ ഇത് നടന്ന ഈ ട്രാജഡി, അതിന്റെ ഉത്തരവാദിത്വം ആരുടെയാണ്? അത് നമ്മൾ അങ്ങനെ വിട്ടുപോകാൻ പാടില്ല. ഇവർ ഇന്നൊരു പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്തു. അത് എന്തുകൊണ്ട്? എന്ത് കാരണമാണ് ആ FIR ഒരു ആരുടെ പേരൊന്നുമില്ലാത്തത്? സ്കൂൾ മാനേജ്മെന്റിന്റെ പേരുണ്ടാവണ്ടേ? പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ട് അതെങ്ങനെയാണ് അത് അവിടെ ആര് ബിൽഡ് ചെയ്തത്? ACB എങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി 3 ഫേസ് വയർ ഇങ്ങനെ ഇത്ര ലോ ലെവലില് അവര് കെട്ടിവെച്ചിട്ട്? CPM നിയന്ത്രണത്തിലുള്ള സ്കൂൾ എന്നുള്ള ആക്ഷേപം അതെല്ലാം പോട്ടെ. CPM ആണോ UDF ആണോ LDF ആണോ? ഇത് നടന്നത് ഇവിടെ നോക്കൂ. ഇത് അപകടം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ഭരിക്കാൻ അറിയില്ലെങ്കിൽ സർക്കാർ രാജിവെച്ച് ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP മിഥുന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. കുറ്റക്കാരെ വെറുതെ വിടാൻ അനുവദിക്കില്ലെന്നും കുറ്റക്കാർ അറസ്റ്റ് ചെയ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ, എവിടെ നോക്കിയാലും ഒരു അനാസ്ഥ. ഈ സർക്കാർ ഒരു കഴിവില്ലായ്മയാണോ, അവര് ദുർബലമാണോ, അവർക്ക് ജനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, അങ്ങനെയാണോ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവര് പോകണം, സർക്കാർ വിട്ടു പോകണം. ഇതിൽ മന്ത്രിമാർക്കൊരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലേ, ഉത്തരവാദിത്വം ഒന്നും ഇല്ലേ? ഇങ്ങനെ ഒരു 14 വയസ്സായ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് മരിക്കാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണോ? ഇതൊരു സിസ്റ്റമിന്റെ ഒരു ഫെയിലിയറിന്റെ ഒരു സിമ്പിൾ അല്ലേ? കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും മിഥുന്റെ വീട്ടിലെത്തി. കുടുംബത്തോടൊപ്പം ഏറെ നേരം ചെലവഴിച്ചു. കുടുംബത്തെ ആശ്വസിപ്പിച്ച ശേഷമാണ് ബിന്ദു കൃഷ്ണ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി. KSEB പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയാണ് കൈമാറിയത്. KSEB ചീഫ് എഞ്ചിനീയറും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറും വീട്ടിലെത്തിയാണ് തുക കൈമാറിയത്. ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് HSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിനാണ് ധനസഹായം കൈമാറിയത്. KSEB ആണ് ധനസഹായം നൽകിയത്. KSEB ചീഫ് എഞ്ചിനീയറും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറും വീട്ടിലെത്തി 5 ലക്ഷം രൂപയാണ് കൈമാറിയത്. മിഥുന്റെ അമ്മ സുജയുടെ പേരിലാണ് ചെക്ക് നൽകിയത്. മിഥുന്റെ പിതാവ് മനുവും അനുജൻ സുജിനും ചേർന്നാണ് ധനസഹായം ഏറ്റുവാങ്ങിയത്. ബാക്കി സഹായങ്ങളെല്ലാം വളരെ സമയബന്ധിതമായി ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യഘട്ടമെന്ന നിലയിൽ വൈദ്യുതി വകുപ്പിന്റെ 5 ലക്ഷം രൂപ മിഥുന്റെ പിതാവ് ശ്രീ മനുവിനും അതുപോലെ തന്നെ മിഥുന്റെ അനുജൻ സുജിൻ ഇവർ രണ്ടുപേരുടെ കയ്യിലാണ് ഈ ചെക്ക് ഏൽപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അങ്കണവാടി മുറ്റത്ത് അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ കമ്പി. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിലെ മുള്ളുമല അങ്കണവാടി മുറ്റത്താണ് അപകട ഭീഷണിയിൽ സ്റ്റേ കമ്പി സ്ഥാപിച്ചിരിക്കുന്നത്.
അങ്കണവാടി മുറ്റത്ത് വൈദ്യുത പോസ്റ്റിന്റെ സ്റ്റേ കമ്പിയാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിലെ മുള്ളുമല അങ്കണവാടി മുറ്റത്താണ് അപകട ഭീഷണി ഉയർത്തി സ്റ്റേ കമ്പി സ്ഥാപിച്ചിരിക്കുന്നത്. അങ്കണവാടിക്ക് മുന്നിലെ റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ കമ്പിയാണ് അങ്കണവാടിയുടെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. മുറ്റത്ത് കളിക്കാനിറങ്ങുന്ന സമയത്ത് കുട്ടികൾ ഈ സ്റ്റേ കമ്പിയിൽ പിടിച്ചു നിൽക്കുന്നത് പതിവാണ്. അടിയന്തരമായി അങ്കണവാടി മുറ്റത്ത് അപകട ഭീഷണി ഉയർത്തുന്ന സ്റ്റേ കമ്പി മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി. ഹരിത കേരള മിഷൻ, നീണ്ടകര പഞ്ചായത്ത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ അക്കാദമി എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി അക്കാദമി പരിസരത്തെ 2 ഏക്കർ സ്ഥലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വൃക്ഷത്തൈകൾ നട്ടു. ഹരിത കേരള മിഷൻ, നീണ്ടകര പഞ്ചായത്ത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് പദ്ധതി നടപ്പാക്കുന്നത്. കൺസ്ട്രക്ഷൻ അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് ജീവജാലങ്ങൾ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം. ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിൽ ജീവജാലങ്ങൾ ഉള്ളത് ഭൂമിയിൽ മാത്രമാണെന്നാണ് നാളിതുവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കുവാനും തുടരാനും കഴിയുന്നത് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഒരു പരിസ്ഥിതിയും പ്രകൃതിയും ഭൂമിയിലുള്ളതുകൊണ്ടാണ്. ചൊവ്വയിലേക്ക് നമ്മൾ പരീക്ഷണത്തിന് വിടുന്നുണ്ട്. ചൊവ്വയിലെ കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വൃക്ഷങ്ങളൊന്നും അവിടെ കാണാൻ കഴിയുന്നില്ല. ചന്ദ്രനിൽ പോയപ്പോഴും അത് തന്നെയാണ് ഫലം. അപ്പൊ ആ നിലയിൽ മനോഹരമായ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പരിസ്ഥിതിയും പ്രകൃതിയും ഒരുക്കി തന്നിട്ടുള്ള ഒരു സംവിധാനത്തെ തകർക്കുവാൻ ഭൂമിയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമായ മനുഷ്യൻ ശ്രമിക്കുകയാണ്. അതാണ് ഇതിന്റെ പ്രാധാന്യം. നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. കൺസ്ട്രക്ഷൻ അക്കാദമി ഡയറക്ടർ ഡോക്ടർ ബി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. രൂക്ഷമായ കടലാക്രമണമുള്ള ഒരു 8-9 സ്ഥലങ്ങൾ കേരളത്തിന്റെ കോസ്റ്റ് ലൈനിലുണ്ട്. അതിലൊന്നാണ് ചെല്ലാനം. ചെല്ലാനത്ത് ഊരാലുങ്കൽ ULCCSന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അവരെ ഏൽപ്പിച്ച പ്രകാരം ഏകദേശം 7.5 കിലോമീറ്റർ നീളത്തിൽ കടൽ ഭിത്തി കെട്ടുകൊണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചെയർമാൻ ശ്രീ രമേശൻ പാലേരി, ഊരാലുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാൻ, അദ്ദേഹം പ്രസിഡന്റ്, അദ്ദേഹം പറയുകയുണ്ടായി, ഇങ്ങനെ നമ്മൾ കടൽ ഭിത്തി കെട്ടി പോയാൽ നമ്മുടെ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാർഡ്സ് അവിടെ കാണത്തില്ല. അവിടെ നിന്നാണ് ഈ പൊട്ടിച്ചുകൊണ്ട് വരുന്നത്, ഈ പാറയെല്ലാം പൊട്ടിച്ചു കൊണ്ടുവന്നത്. അക്കാദമി ഡെപ്യൂട്ടി ഡയറക്ടർ കെ രാഘവൻ, പഞ്ചായത്ത് അംഗം PR രജിത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ U ബേബിരാജൻ, സേതുലക്ഷ്മി, രമ്യ വിനോദ്, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ബീന ദയൻ, പഞ്ചായത്ത് സെക്രട്ടറി മേരിസൺ മൈക്കിൾ തുടങ്ങിയവർ പങ്കെടുത്തു. അക്കാദമി പരിസരത്തെ 2 ഏക്കർ സ്ഥലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വൃക്ഷത്തൈകൾ നട്ടു. KMML കമ്പനി പരിസരത്ത് 30 ഏക്കർ സ്ഥലത്തും IRE പരിസരത്ത് 12 ഏക്കർ സ്ഥലത്തും തൈകൾ നടും. ചവറ ബ്ലോക്ക് പരിധിയിൽ 50,000 തൈകൾ നടാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. പുതിയവിള ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും 1.10 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് U പ്രതിഭ MLA നിർവഹിച്ചു. പുതിയവിള ഗവൺമെന്റ് LP സ്കൂളിലെ നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനതു ഫണ്ടിൽ നിന്നും 1.10 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. അഡ്വക്കേറ്റ് U പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഒരു 10-500 റോഡ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 450 നന്നാക്കിയെന്നിരിക്കട്ടെ. ഈ 50 റോഡിൽ ചാടി പോകുമ്പോൾ ഈ റോഡ് നന്നാക്കിയില്ലല്ലോ, ഈ റോഡ് അത് നന്നാക്കാൻ ഇനിയും സമയമുണ്ട്. എല്ലാം കൂടി തീരാൻ പറ്റില്ലല്ലോ, ഒറ്റടിക്ക് തീരാൻ കാശില്ല. അപ്പോൾ ഇങ്ങനെ കാശില്ലാത്തൊരു സമയമാണ് ഈ 65 ലക്ഷം. അത് ലക്ഷ്മി, നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ കാലത്തെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കി കുറച്ചുകൂടെ വേറെ കുറച്ച് ചെലവ് കുറഞ്ഞ രൂപത്തിൽ എല്ലാം ചെയ്യാം. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KR രാജേഷ് സ്വാഗതം പറഞ്ഞു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമടം, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി വിശ്വനാഥ്, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറത്ത്, കായംകുളം AEO സിന്ധു,
പ്രഥമാധ്യാപിക വസന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ന്യൂസ് ബ്യൂറോ, കായംകുളം. കരുനാഗപ്പള്ളിയിൽ സ്വകാര്യ ബസ്സുകൾ നിർത്താനിടമില്ല. ബസ് കയറുന്നതിനായി യാത്രക്കാർ നെട്ടോട്ടമോടുന്ന സ്ഥിതിയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ ബസ് സ്റ്റോപ്പുകൾ നീക്കം ചെയ്തതോടെയാണ് ഈ ദുരവസ്ഥ. ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തര പരിഹാരം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ ബസ് സ്റ്റോപ്പുകളെല്ലാം നീക്കം ചെയ്തു. നേരത്തെ ലാലാജി ജംഗ്ഷൻ, KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം, ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം, ടൗൺ ക്ലബിന് മുൻവശം എന്നിവിടങ്ങളിലെല്ലാം ബസ് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. സർവീസ് റോഡുകളുടെയും ഓടകളുടെയും നിർമ്മാണം നടക്കുന്നതിനാൽ അവയെല്ലാം നീക്കി. KSRTC ബസ് സ്റ്റാൻഡിന് തെക്കുവശത്തും പോലീസ് സ്റ്റേഷൻ ജംഗ്ഷന്റെ കിഴക്കുഭാഗത്തും മാത്രമേ ഇപ്പോൾ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കാൻ കഴിയൂ. ഗതാഗത കുരുക്കും തിരക്കും കാരണം വളരെ കുറച്ചു സമയം മാത്രമേ ഇവിടെയും ബസ്സുകൾക്ക് നിർത്താൻ കഴിയൂ. 70ഓളം ബസ്സുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നഗരത്തിൽ വന്നുപോകുന്നത്. പല ഗ്രാമീണ മേഖലകളിലും കൂടുതലായും സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ ഓരോ ദിവസവും പലതരത്തിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും പതിവാണ്. അതിനാൽ നഗരത്തിലെത്തുന്ന യാത്രികർക്ക് ഓരോ സ്ഥലത്തേക്കുമുള്ള സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പ് എവിടെയാണെന്നും വ്യക്തതയില്ല. ബസ്സുകൾക്ക് അടുത്ത സർവീസ് തുടങ്ങുന്നതുവരെ പാർക്ക് ചെയ്യാനും ഇടമില്ല. ബസ് സ്റ്റാൻഡിനായി നഗരസഭ ഏറ്റെടുത്തിരുന്ന സ്ഥലത്തും പഴയ ദേശീയപാതയുടെ വശങ്ങളിലുമാണ് മുമ്പ് സ്വകാര്യ ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്നത്. ബസ് സ്റ്റാൻഡിനായി നഗരസഭ ഏറ്റെടുത്ത സ്ഥലത്ത് സ്റ്റാൻഡ് തുടങ്ങാനായിരുന്നില്ല. ഈ സ്ഥലം കോടതി സമുച്ചയത്തിനായി വിട്ടുനൽകാനും തീരുമാനിച്ചിരുന്നു. നിലവിൽ ഈ സ്ഥലം ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാരണം പലപ്പോഴും ഇവിടേക്ക് ബസ്സുകൾ കയറാനോ ഇറങ്ങാനോ സാധിക്കുന്നില്ല. മുനിസിപ്പാലിറ്റി നേരത്തെ തന്നിരുന്ന സ്ഥലം എന്ന് പറയുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് വേണ്ടി പണിഞ്ഞിട്ടേക്കുന്ന ഗ്രൗണ്ടിലാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലെ വ്യാപാരികളുടെ വാഹനങ്ങളും മാർക്കറ്റിൽ വരുന്ന ചരക്ക് വാഹനങ്ങളും ഒക്കെ ആയിട്ട് അതിനകത്തോട്ട് ബസ്സുകൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ രാവിലെ സർവീസ് പോകുന്ന വണ്ടി ഇപ്പോൾ രാവിലെ 10 മണിക്ക് കരുനാഗപ്പള്ളി വരുമ്പോഴുള്ള ബസ് സ്റ്റോപ്പല്ല 12 മണിക്ക് വരും. അങ്ങനെ ഓരോ ടൈമിലും ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ സ്റ്റോപ്പുകൾ മാറ്റിക്കൊണ്ടിരിക്കും. ലാലാ ജംഗ്ഷൻ മുതൽ കന്നേറ്റി വരെയുള്ള പഴയ ദേശീയപാത വികസിപ്പിക്കുകയും ഈ പാതയ്ക്ക് ഇരുവശത്തുമായി ഒട്ടേറെ സ്ഥാപനങ്ങൾ പുതിയതായി തുടങ്ങുകയും ചെയ്തു. ഇതോടെ ഇവിടെ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത സ്ഥിതിയാണ്. നഗരത്തിൽ സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തര പരിഹാരം വേണമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഓരോ ദിവസവും സ്റ്റോപ്പുകൾ മാറ്റുന്നത് മൂലം ബസ്സുകൾ എവിടെ നിർത്തണമെന്നറിയാതെ ഡ്രൈവർമാരും വിഷമിക്കുന്നു. എവിടെയെങ്കിലും നിർത്തിയാൽ ഈ ചെല്ലാൻ വഴിയുള്ള പിഴയും ലഭിക്കുന്നു. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർമാർ ബസ് എവിടെ നിർത്തണമെന്ന് അറിയാതെ യാത്ര ചെയ്യുമ്പോൾ ഒളിഞ്ഞിരുന്നുകൊണ്ട് പോലീസുകാർ ഈ ചെക്ക് ചെല്ലാൻ വഴിയുള്ള ചെക്ക് റിപ്പോർട്ട് ചെക്ക് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ബസ്സുകൾക്കും അത് വരാൻ തുടങ്ങി. ഒന്നാമതാകെ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കരുനാഗപ്പള്ളി ടൗണിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സർവീസ് കൊണ്ട് 80% പ്രോഫിറ്റ് ഉള്ളതെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണ്. ഈ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പം സ്വകാര്യ ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നത്. പ്രശ്നപരിഹാരമില്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലേക്കുള്ള സ്വകാര്യ ബസ്സുകളുടെ സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരുമെന്നും പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രനും സെക്രട്ടറി സഫ അഷ്റഫും അറിയിച്ചു. ബസ് പാർക്ക് ചെയ്യുന്നതിനും ഉള്ള സൗകര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടാകാത്ത പക്ഷം സ്വകാര്യ ബസ്സുകളുടെ സർവീസ് കരുനാഗപ്പള്ളി ടൗണിൽ നിലയ്ക്കുന്ന ഘട്ടത്തിലാണ്. ഞങ്ങളങ്ങനെയാണെങ്കിൽ കരുനാഗപ്പള്ളിക്കുള്ള സർവീസുകൾ ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഈ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആലിബാബയും 41 കള്ളന്മാരെക്കുറിച്ചും കേട്ടുകേഴ്വി മാത്രമാണുള്ളതെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന ആലിബാബയെയും 49 കള്ളന്മാരെയും നേരിട്ട് കാണാൻ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 4.5 വർഷമായി സാധിച്ചു എന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത്. അഴിമതിക്കെതിരെ കോർപ്പറേഷന് മുന്നിൽ BJP കൗൺസിലർമാർ നടത്തുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങൾക്കും അഴിമതിക്കുമെതിരെ കോർപ്പറേഷനു മുന്നിൽ BJP കൗൺസിലർമാർ ഉപവാസ സമരം നടത്തി. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ആലിബാബയും 41 കള്ളന്മാരെക്കുറിച്ചും കേട്ടുകേഴ്വി മാത്രമാണുള്ളതെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന ആലിബാബയും 49 കള്ളന്മാരെയും നേരിട്ട് കാണാൻ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് സാധിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു.
സർക്കാർ അനാസ്ഥയുടെ അവസാനത്തെ ഇരയാണ് തേവലക്കരയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രകാശ് പാപ്പാടി അധ്യക്ഷത വഹിച്ചു. ഉപവാസ സമരത്തിൽ പങ്കെടുത്ത കോർപ്പറേഷൻ പാർലമെന്റ് പാർട്ടി ലീഡർ ഗിരീഷ്, ശൈലജ, അഭിലാഷ്, സജിതാനന്ദ, കൃപ വിനോദ് എന്നിവരെ ചടങ്ങിൽ സ്വീകരിച്ചു. ദേശീയ കൌൺസിൽ അംഗം MS ശ്യാംകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് ഇടവട്ടം, സംസ്ഥാന സമിതി അംഗം AG ശ്രീകുമാർ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ ശൈലേന്ദ്രബാബു, ബൈജു കൂനമ്പായിക്കുളം, ശശികല റാവു, വിജയലക്ഷ്മി, വേണുഗോപാൽ, ഹരീഷ് തെക്കടം, ശ്രീലാൽ, സുഗന്ധി, രാജൻപിള്ള, പ്രതിലാൽ, സുമേഷ്, പ്രണവ് താമരക്കുളം, ഉദയകുമാർ, ഐശ്വര്യ കൊല്ലം, സുരാജ് ഇരവിപുരം, നിഷ കിളികൊല്ലൂർ, അഭിഷേക് കൊല്ലം, കൃഷ്ണകുമാർ, ഷിബു, ബിനു, പ്രകാശ്, ശബരിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പട്ടികവർഗ നഗരങ്ങളിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുള്ളുമല പട്ടികവർഗ നഗറിനായി അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി പ്രകാരം അനുവദിച്ച 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രത്യേക ഊരുകൂട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുള്ളുമല ഏകാധ്യാപക വിദ്യാലയത്തിലാണ് ഊരുകൂട്ടം ചേർന്നത്. പട്ടികവർഗ നഗരങ്ങളിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുള്ളുമല പട്ടികവർഗ നഗറിനായി അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി പ്രകാരം അനുവദിച്ച 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രത്യേക ഊരുകൂട്ടം മുള്ളുമല ഏകാധ്യാപക വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗറിലെ പരിമിതികൾ പരിഹരിക്കും. MLA അധ്യക്ഷനായ സമിതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഊരിൽ 2 വീതം സ്ത്രീകളും പുരുഷന്മാരും സമിതിയുടെ ഭാഗമാകും. അംബേദ്കർ പദ്ധതി നടപ്പാക്കുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ആദ്യഘട്ടത്തിൽ ഭൗതിക സാഹചര്യ വികസനത്തിന് ഊന്നൽ നൽകും. റോഡ്, സംരക്ഷണ ഭിത്തി, അംഗനവാടി, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ക്ഷേത്രത്തിലേക്ക് വൈദ്യുതി കണക്ഷൻ, തോട് പ്രവൃത്തി തുടങ്ങിയവ നടത്തും. വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. വീടുകളുടെ അറ്റകുറ്റപ്പണി, ശുചിമുറി നിർമ്മാണം, വയറിംഗ് പ്രവൃത്തികൾ എന്നിവയാണ് പ്രധാനമായും നടത്തുക. കുരിയോട്ടുമലയിലേക്കുള്ള റോഡ് നവീകരണം, സംരക്ഷണ ഭിത്തി എന്നിവയ്ക്ക് 2.7 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ചെമ്പനരുവി കറവൂർ റോഡ് നവീകരണത്തിന് ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 കോടി രൂപ അനുവദിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതായും മന്ത്രി അറിയിച്ചു. നമ്മുടെ കോളനിയുടെ വളർച്ച, നമ്മുടെ ജീവിത നിലവാരം ഉയരാൻ വേണ്ടിയാണ് ഈ അംബേദ്കർ നഗർ എന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അംബേദ്കർ നഗർ പദ്ധതിയിൽ 1 കോടി രൂപ കൊണ്ടുവരുന്നത് നമ്മുടെ അടിസ്ഥാന ജീവിതത്തിൽ ഉയർച്ചയാണ്. നമ്മളെപ്പോഴും വീട്ടിലുണ്ട്, വീടിന് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം, കക്കൂസ് സൗകര്യങ്ങളൊന്നുമില്ല, അത് മറ്റ് പറമ്പിലോ കാട്ടിലോ കയറിപ്പോകും. അതൊക്കെ മാറണം. എല്ലാ വീട്ടിലും ഇപ്പം നമ്മൾ ഈ പണം ഉപയോഗിക്കുമ്പോൾ എല്ലാ വീട്ടിലും കക്കൂസ് ഇല്ലാത്തവർ കൂടി അത് കൊടുത്ത് അത് പൂർത്തിയാക്കണം. പിന്നെ വീടുകൾക്ക് വൈദ്യുതി ഇല്ലാത്തവർ വയർ ചെയ്യാൻ, വൈദ്യുതി ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷേ വയർ ചെയ്യാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് അവർക്ക് വയർ ചെയ്ത് അവർ എല്ലാ വീട്ടിലും വെളിച്ചമുണ്ടാകണം. കാരണം നമ്മുടെ ഈ പ്രദേശത്ത് വൈദ്യുതി കൊണ്ടുവന്നത് ഞാനാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം എല്ലാ വീട്ടിലും വൈദ്യുതി വന്നു, പക്ഷേ വയറിങ് കറക്റ്റ് അല്ലെങ്കിൽ അവർ കണക്ഷൻ തരത്തില്ല. അപ്പോൾ ആ വയറിങ് ഇല്ലാത്തവർക്ക് വയറിങ് കൊടുക്കുക. പിന്നെ പൊതുവായി കിണറിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട, കാരണം കുടിവെള്ളം വന്നിട്ടുണ്ട്, അതും ഞാൻ തന്നെ കൊണ്ടുവന്നാണ്. ഇവിടെ ചെമ്പനരുവി കുടിവെള്ള പദ്ധതി, അത് മുള്ളുമലയ്ക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R സോമരാജൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുളത്തൂപ്പുഴ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ S മുഹമ്മദ് ഷൈജു, പത്തനാപുരം ബ്ലോക്ക് അംഗം C സോണി, ഊരുമൂപ്പർ രഘു, ST പ്രൊമോട്ടർ ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാട്ടാന ശല്യം. ചാലിയക്കരയിൽ ജനജീവിതം ദുരിതപൂർണം. പ്രദേശങ്ങളിൽ മാസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവാണ്. തെന്മല പഞ്ചായത്തിലെ ചാലിയേക്കര 10 ഏക്കർ മേഖലകളിൽ മാസങ്ങളായി തുടരുന്ന കാട്ടാന ശല്യമാണ് ജനജീവിതത്തെ ബാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം 10 ഏക്കർ 16ാം ഫില്ലിംഗിൽ അനിലിന്റെ പുരയിടത്തിലെ തെങ്ങുകൾ കാട്ടാന നശിപ്പിച്ചു. ചെറുകടവ് 10 ഏക്കർ 16ാം ഫില്ലിംഗ്, ഉപ്പുകുഴി, കമ്പനി ലൈൻ ഭാഗങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. ഒരാഴ്ചക്കിടെ 10 ഏക്കറിൽ ചെല്ലപ്പൻ, അനിക്കുട്ടൻ, ചന്ദ്രൻ, പാപ്പച്ചൻ, എബ്രഹാം, സരിത എന്നിവരുടെ പറമ്പുകളിലെ വാഴ, തെങ്ങ്, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. പത്തനാപുരം, തെന്മല താലൂക്കുകളിലെ അതിർത്തി പ്രദേശമാണിത്. ഉപ്പുകുഴി ഭാഗത്ത് 4 കിലോമീറ്റർ ദൂരത്ത് കിടങ്ങ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടത്ര പ്രയോജനകരമല്ല. 50ഓളം ആനകളെങ്കിലും ജനവാസ മേഖലകൾക്ക് സമീപം തമ്പടിച്ചിട്ടുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സന്ധ്യയായാൽ വീടിനോട് ചേർന്നും പറമ്പുകളിലും എത്തുന്ന ഇവ കാർഷിക വിളകൾ നശിപ്പിക്കുകയും വൈദ്യുത തൂണുകൾ തകർക്കുകയും ചെയ്യുന്നു. കാൽനടയ്ക്കായി പോകുന്ന വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. പുന്നല വനം റേഞ്ചിന്റെ പരിധിയിൽ നിന്നുള്ള ആനകളെ ഈ ഭാഗത്തേക്ക് തുരത്തുന്നതും പ്രശ്നമായിട്ടുണ്ട്. മാമ്പഴത്തറ ഭാഗത്ത് നിന്ന് ആനകൾ എത്തുന്നത് തടയാനുള്ള നടപടി വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ജനവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെ വനത്തിലേക്ക് ഓടിച്ചുവിടുന്നതിനുള്ള നടപടി ആവശ്യമാണ്. പതിറ്റാണ്ടുകളായി പ്രദേശത്ത് വസിക്കുന്നവരെ പുറത്തിറക്കാനുള്ള വനവകുപ്പിന്റെ ശ്രമമാണിതെന്നും സംശയമുള്ളതായി നാട്ടുകാർ പറയുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ചാലിയേക്കരുടെ വിവിധ ഇടങ്ങളിലേക്ക് എത്തുന്ന ആനകളെ വനത്തിലേക്ക് തുരത്തുന്നതിന് വനം റേഞ്ചുകളുടെ സംയുക്ത ഇടപെടൽ വേണമെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം C ചെല്ലപ്പൻ പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, തെന്മല. CV പത്മരാജൻ അനുസ്മരണവും ഫൗണ്ടേഷൻ ഉദ്ഘാടനവും 22-ന് കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. KPCC മുൻ പ്രസിഡന്റും മുൻ ആക്ടിംഗ് മുഖ്യമന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് CV പത്മരാജന്റെ സ്മരണ നിലനിർത്താൻ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും ചേർന്നാണ് പത്മരാജൻ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത്. ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം 22-ന് ആനന്ദവല്ലീശ്വരം NSS ഓഡിറ്റോറിയത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ചെയർമാൻ P. രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യപ്രഭാഷണവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അനുസ്മരണ പ്രഭാഷണവും നടത്തും. പത്മരാജന്റെ സ്മരണ നിലനിർത്തുന്നതിന് വിപുലമായ പദ്ധതികളാണ് പത്മരാജൻ ഫൗണ്ടേഷൻ ആസൂത്രണം ചെയ്യുന്നതെന്ന് ചെയർമാൻ P. രാജേന്ദ്ര പ്രസാദ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബേബിസൺ, ഭാരവാഹികളായ AK ഹഫീസ്, സൂരജ് രവി, S. സുധീഷൻ, ശുഭദേവൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ പ്രസിഡന്റും നമുക്കേറെ ബഹുമാനമുള്ള കേരളത്തിലെ പൊതു രാഷ്ട്രീയ രംഗത്ത് ചടുലമായ നീക്കങ്ങൾ നടത്തുകയും വളരെ വ്യക്തിത്വം പുലർത്തിയിരുന്നതുമായ പത്മരാജൻ സാറിന്റെ ദേഹവിയോഗം ഇതിനിടയ്ക്കുണ്ടായി. അതിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി. 21-ാം തീയതി അതിൻ്റെ സഞ്ചയനം നടക്കുകയാണ്. എങ്കിലും അത് ഈ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാം പരിപാടി നടത്തുക എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ചടങ്ങുകളെല്ലാം 21-ാം തീയതി കഴിയും. 22-ാം തീയതി പര്യാപ്തമായ നല്ല ഡേറ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ ആ പരിപാടി മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ അതുപോലെ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഇന്നലെ കൂടി ഭരണസമിതി തീരുമാനിച്ചു. അപ്പോൾ അതനുസരിച്ച് നോട്ടീസ് ചെറിയ ഭേദഗതി വരുത്തി പ്രിന്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അതെല്ലാവർക്കും തന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗ്രന്ഥശാല പ്രവർത്തകനും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിരുന്ന ശിശുപാലൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി. ഇതോടനുബന്ധിച്ച് പുസ്തകങ്ങളും കൈമാറി. വീട്ടിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന 100 കണക്കിന് പുസ്തകങ്ങളിൽ ഒരു ഭാഗമാണ് ശിശുപാലന്റെ സ്മരണാർത്ഥം കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിക്ക് കൈമാറിയത്. ഗ്രന്ഥശാല പ്രവർത്തകനും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിരുന്ന ശിശുപാലൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി. ഇതോടനുബന്ധിച്ച് പുസ്തക കൈമാറ്റവും നടന്നു. കരുനാഗപ്പള്ളി സ്വദേശി കണ്ടച്ചിറ പൂങ്കാവനത്തിൽ ശിശുപാലന്റെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ടൗൺ ക്ലബിൽ പരിപാടി സംഘടിപ്പിച്ചത്. വീട്ടിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന 100 കണക്കിന് പുസ്തകങ്ങളിൽ ഒരു ഭാഗമാണ് കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിക്ക് കൈമാറിയത്. അച്ഛന്റെ സ്മരണാർത്ഥം മകൾ അശ്വതി പൂങ്കാവനവും ഭർത്താവ് മനേഷും ചേർന്ന് ബാക്കി പുസ്തകങ്ങൾ നിരവധി ഗ്രന്ഥശാലകൾക്ക് മുമ്പ് കൈമാറിയിരുന്നു. ഇതോടനുബന്ധിച്ച് ടൗൺ ക്ലബിൽ നടന്ന അനുസ്മരണ സമ്മേളനവും പുസ്തക കൈമാറ്റവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാവികാലത്തും മനുഷ്യന് ഒരിക്കലും കിട്ടാൻ ഇടയില്ലാത്ത ഒന്നിന്റെ പേര് സന്തോഷമാണ്. സന്തോഷ സംതൃപ്തി ഇനി അങ്ങനെ കിട്ടാൻ പോകുന്നത് നിങ്ങളിപ്പോൾ എഴുതി വെച്ചു. ഇപ്പൊ തന്നെ നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് 10-25 വർഷം മുമ്പ് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ച അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം നമ്മൾ ആഗ്രഹിച്ച വീടുണ്ട്, നമ്മൾ ആഗ്രഹിച്ച വാഹനമുണ്ട്, നമ്മൾ ആഗ്രഹിച്ച വസ്ത്രങ്ങളുണ്ട്, നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അന്ന് നമ്മുടെ ഇല്ലായ്മയുടെ കാലത്തെ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും നെഞ്ചിട്ട് പറയാൻ സന്തോഷമില്ല. ആ സന്തോഷത്തെ വീണ്ടെടുക്കാൻ ഗ്രന്ഥശാലകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം. ഈ ചോദ്യം ഇനി ഒരു 25 വർഷത്തിന് അപ്പുറമായിരിക്കും കേരളത്തിലെ ഗ്രന്ഥശാല സംഘം ആലോചിച്ചുള്ളത്. പക്ഷെ നമുക്കിവിടെ ആലോചിക്കുകയും നമുക്കൊരു മാതൃക സൃഷ്ടിക്കുകയും അതിൻ്റെ ഒരു തുടക്കമായിരുന്നു അന്ന്. തുടക്കമല്ല, യഥാർത്ഥത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ 12 ദിവസത്തെ സംഘാടനത്തോടെ 21 ദിവസത്തെ പരിപാടികളിലൂടെ 1321 ക്യാമ്പയിൻ ഈ 140 ഗ്രന്ഥശാലകളിൽ ഈ 30 ദിവസം കൊണ്ട് ഈ താലൂക്കിലെമ്പാട് 30 ദിവസം കൊണ്ട് താലൂക്കിലെമ്പാട് നടന്ന വ്യത്യസ്തങ്ങളായ ലൈബ്രറി കൗൺസിൽ ഭാരവാഹി ജയപ്രകാശ് മേനോൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ടൗൺ ക്ലബ് സെക്രട്ടറി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. NS അജയ്കുമാർ സ്വാഗതം പറഞ്ഞു. സജീവൻ, മനേഷ്, അശ്വതി പൂങ്കാവനം, സബിത B. നായർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 10,000-ഓളം പുസ്തക ശേഖരത്തിൽ നിന്ന് കൊല്ലം പബ്ലിക് ലൈബ്രറിക്കും പുസ്തകങ്ങൾ കൈമാറിയിരുന്നു. ഷാജഹാൻ, ചെസ് ക്ലബിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് അഞ്ചൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെയും അഞ്ചൽ ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പുഷ്പാർച്ചനയും നടത്തി. കോൺഗ്രസ് അഞ്ചൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെയും അഞ്ചൽ ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജനകീയനായ ആരാധ്യനായ
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് നമ്മളെ വേർപെട്ടു പോറ്റുന്ന 2 വർഷം തികയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സ്മൃതി ദിനത്തിൽ അഞ്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് നേതാക്കളടക്കം ഞങ്ങൾ 2 മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്തമായിട്ടാണ് ഈ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറെന്ന് പറയുന്ന വാക്ക് അവരുടെയൊക്കെ ശ്വാസം നിലയ്ക്കുന്നതുവരെ ശബ്ദം അവരുടെ മനസ്സിൽ ഉയർന്ന്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അഞ്ചൽ ചന്തമുക്കിലും അഞ്ചൽ ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ OR ജംഗ്ഷനിലുമാണ് അനുസ്മരണം നടത്തിയത്. രാജ്യത്തെന്ന് തന്നെ പറയാം, അദ്ദേഹം അത്രയ്ക്ക് മഹാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനെ ഓർക്കാത്തവരായിട്ട് ആരുമില്ല. ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു ദിവസമാണ്. ജന്മദിനം സമുചിതമായി ആചരിക്കുകയാണ്. ജനശ്രീ മിഷൻ കേരളത്തിലെ 140 ബ്ലോക്ക് യൂണിയനുകളിലും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണവും അതുപോലെ തന്നെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും നടത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2ാം ചരമവാർഷികമാണ്. ഇന്ന് കേരളം ആകമാനവും മലയാളികളുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ പാവനമായ സ്മരണകളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് അനുസ്മരണ സമ്മേളനങ്ങളും അനുസ്മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ചലിൽ ജനശ്രീ മിഷന്റെയും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ അഞ്ചൽ ബ്ലോക്ക് കേന്ദ്രത്തിന്റെ ആസ്ഥാനമായ അഞ്ചലിൽ ഇത്തരം സമ്മേളനം നടത്തുമ്പോൾ സാധാരണ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് ഒരു ഭരണം നിയന്ത്രിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു സാഹചര്യം ഞാനും നിങ്ങളും കഴിഞ്ഞ 2 വർഷക്കാലങ്ങൾക്ക് മുൻപ് കണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിനെ സങ്കടക്കടലാക്കി മിഥുൻ വിടവാങ്ങി. തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം നടത്തി. ആദരാഞ്ജലി അർപ്പിക്കാനെത്തി 10,000. അങ്കണവാടി മുറ്റത്ത് അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ കമ്പി. പത്തനാപുരം പിറവെന്തൂർ മുള്ളുമല അങ്കണവാടി മുറ്റത്താണ് അപകട ഭീഷണിയിൽ സ്റ്റേ കമ്പി. സ്റ്റേ കമ്പി മാറ്റണമെന്ന ആവശ്യം ശക്തം. കരുനാഗപ്പള്ളിയിൽ സ്വകാര്യ ബസ്സുകൾ നിർത്താനിടമില്ല. ബസ് കയറുന്നതിനായി യാത്രക്കാർ നെട്ടോട്ടമോടുന്ന സ്ഥിതി. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ ബസ് സ്റ്റോപ്പുകൾ നീക്കം ചെയ്തതോടെയാണ് ദുരവസ്ഥ. അടിയന്തര പരിഹാരം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. കാട്ടാന ശല്യം രൂക്ഷം. ചാലിയക്കരയിൽ ജനജീവിതം ദുരിതം. കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.